ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. സഹസ്രനാമചിന്തനത്തിൻ്റെ 198 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് 97 ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് ചിന്തനീയമായിട്ടുള്ളത്. അത് അരൗദ്ര കുണ്ടലീ ചക്രീ വിക്രം യോർജിത ശാസന എന്നിങ്ങനെ 5 നാമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അരൗദ്ര, കുണ്ടലി, ചക്രി, വിക്രമി, ഊർജിത ശാസന എന്നാണ് 5 നാമങ്ങൾ. ഇതിൽ 906 നാമമായിട്ടാണ് അരൗദ്ര എന്നത് വരുന്നത്. അരൗദ്ര എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് രൗദ്രനല്ലാത്തവൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ശങ്കരാചാര്യ അർത്ഥം പറയുന്നത് കർമ്മരൗദ്രം, രാഗസ്ഥ രൗദ്ര, കോപസ്ഥ രൗദ്ര, യസ്യ രൗദ്രത്രയം നാസ്തി അവാപ്ത സർവകാമത്വേന രാഗദ്വേഷേതരഭാവാത് സാരൗദ്ര എന്നാണ്. ഇത് വിശദമായിട്ടുള്ള വ്യാഖ്യാനമാണ്. എന്ന് പറഞ്ഞത് എന്താണ്? കർമ്മത്തിൽ രൗദ്രത ഉണ്ടാവാം, രാഗത്തിൽ രൗദ്രത ഉണ്ടാവാം, കോപം കൊണ്ടുള്ള രൗദ്രത ഉണ്ടാവാം. ഈ 3 തരത്തിലുള്ള രൗദ്രതയും ആർക്കില്ലയോ അയാളാണ് അരൗദ്രൻ എന്നാണ്. എന്തുകൊണ്ടാണ് കോപമില്ലാതിരിക്കുന്നത്? സർവകാമത്വേന, അവാപ്ത സർവകാമത്വേന, എല്ലാ കാമങ്ങളെയും പ്രാപിക്കാൻ സാധിക്കുന്നതുകൊണ്ട്, പ്രാപിച്ചിട്ടുള്ളത് കൊണ്ട് അരൗദ്രനാണ്. സാധാരണ നമുക്ക് ക്രോധത്തിനൊക്കെ ഉണ്ടാകുന്ന ക്രോധവും രാഗമൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ചിലതൊക്കെ കിട്ടണം, പ്രാപിക്കണം എന്ന് മോഹം ഉണ്ടാവുക, അത് സാധിക്കാതിരിക്കുമ്പോഴാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പ്രാപിക്കാൻ പറ്റാത്തൊന്നുമില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി രാഗമോ ക്രോധമൊന്നും ഉണ്ടാവുന്നില്ല. നമുക്ക് രാഗം ഉണ്ടായിരിക്കുക, അത് സാധിക്കാതെ വരുമ്പോൾ ക്രോധം ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. ക്രോധം, കോപം മുതലായതൊക്കെ ഉണ്ടാവും. ഇത് 3 ഇല്ലാത്ത ആളായതുകൊണ്ട് ഭഗവാൻ അരൗദ്രനാണ് എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പറയുകയാണ് യസ്യ രൗദ്രത്രയം നാസ്തി അവാപ്ത സർവകാമത്വേന രാഗദ്വേഷേതര ഭാവാത്. രാഗമോ ദ്വേഷമൊന്നുമില്ല. രാഗദ്വേഷങ്ങളും ആർക്കുള്ളതാണ്? സാമാന്യക്കാർക്കുള്ളതാണ്. പല രാഗങ്ങളുണ്ടാവുക, പ്രാപിക്കാൻ കഴിയാത്തവൻ പ്രാപിക്കണമെന്ന് മോഹം ഉണ്ടാവുക. ഇതൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് ഭഗവാൻ അരൗദ്രനാണ്. അത് കർമ്മവും ഇല്ല, രാഗവും ഇല്ല, കോപവും ഇല്ല എന്നർത്ഥം. ശാന്തസ്വരൂപനാണെന്ന് വേറൊരർത്ഥത്തിൽ പറയാം. രൗദ്രഭാവങ്ങളില്ലാത്തവനാണ്. രുദ്രൻ എന്ന് പറഞ്ഞാൽ ക്രൂരൻ എന്നുകൂടി അർത്ഥമുണ്ടേ. അപ്പോൾ അരൗദ്രനാണെന്ന് വെച്ചാൽ ക്രൂരത ഇല്ലാത്തവനാണ്. ഈ ക്രൂരതയൊക്കെ ഉണ്ടാകുന്നത് മറ്റ് പല രാഗദ്വേഷാദികളുള്ളത് കൊണ്ടാണ്. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭഗവാൻ അരൗദ്രനാണ് എന്ന് പറയും. ഇതാണ് അരൗദ്ര ശബ്ദത്തിൻ്റെ താല്പര്യം. ഇതിനെ ചെറിയ വ്യത്യാസങ്ങളോടെ വ്യാഖ്യാതാക്കളൊക്കെ പിന്തുടരാണ് ചെയ്യുന്നത്. കാരണം അതിന് വേറൊന്നും കാര്യമായിട്ട് പറയാനില്ല. കാരണം അരൗദ്ര എന്നുള്ള വാക്കുകൊണ്ട് തന്നെ അർത്ഥം വളരെ വ്യക്തമാണ്. ക്രൂരതയില്ലാത്തവൻ, സൗമ്യൻ എന്നൊക്കെ അർത്ഥം. ഇതാണ് അരൗദ്ര ശബ്ദത്തിൻ്റെ താല്പര്യം. ഇനി 907 നാമമാണ് കുണ്ടലി എന്നുള്ളത്. കുണ്ടലി എന്ന് പറയുന്നതിന് ആചാര്യസ്വാമികളുടെ ഭാഷ്യം രോഷരൂപഭാക്ക് കുണ്ടലി സഹസ്രാംശു മണ്ഡലോപമ കുണ്ടലാം ധാരണാദ്വാ യദ്വാ സാഖ്യയോഗാത്മകേ കുണ്ടലേ മകാരാകാരേ അസ്യ സ്ത ഇതി കുണ്ടലി എന്ന് പറഞ്ഞാൽ ആദിശേഷൻ്റെ രൂപം ധരിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ. ആദിശേഷനായിരിക്കുന്നത് ഭഗവാനാണ്. അത് കുണ്ടലി എന്ന് പറയും നാഗത്തിന്. ആദിശേഷൻ്റെ രൂപം അഥവാ സൂര്യമണ്ഡലത്തിന് തുല്യമായ രൂപം ധരിച്ചിരിക്കുന്നത് കൊണ്ടും കുണ്ടലി എന്ന് പറയാമെന്നാണ്. സാഖ്യയോഗ സ്വരൂപങ്ങളും മകരാകൃതികളുമായ കുണ്ടലങ്ങളുള്ളതിനാലും കുണ്ടലിയാണ് എന്ന് പറഞ്ഞാൽ കുണ്ടലി എന്ന് ഭഗവാന് നാമം വരുന്ന 2 കാര്യങ്ങൾ. ഒന്ന് മകരകുണ്ടലങ്ങൾ ധരിച്ചിട്ടുള്ളവനാണ്. പിന്നെന്താണ്? ആദിശേഷൻ്റെ രൂപം ധരിച്ചിട്ടുള്ളവനാണ്. അതുകൊണ്ടൊക്കെ ഭഗവാൻ കുണ്ടൽ ചുരുണ്ട് കിടക്കുന്ന രൂപത്തിലാണല്ലോ ഈ നാഗങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഭഗവാൻ കുണ്ടലിയാണ്. സൂര്യമണ്ഡലത്തിന് തുല്യമായ രൂപമുള്ളവനാണ്. അതുകൊണ്ടൊക്കെ ഭഗവാൻ കുണ്ടലിയാണ്. നാമാർത്ഥമായിട്ട് പറഞ്ഞാൽ കുണ്ടലി ഗൂഢഭ ചക്ഷുശ്രവ കാകേതര ഫണി എന്ന് നിഘണ്ടുവിലുണ്ട്. അതായത് ഈ സർപ്പങ്ങൾക്കുള്ള പര്യായമായിട്ടും കുണ്ടലി എന്ന് പറയും.
അതുകൊണ്ട് ആദിശേഷ രൂപത്തിലിരിക്കുന്ന ഭഗവാൻ കുണ്ടലിയാണ്. ആണ് കുണ്ടലി ഗൂഢപാ ചക്ഷുസ്രവ, ഇതൊക്കെ സർപ്പങ്ങളുടെ പര്യായങ്ങളാണ്. അപ്പോൾ അതിലൊന്നാണ് എന്ത് കുണ്ടലി എന്നുള്ളത്. കാകേതര ഫണി എന്നിങ്ങനെ നിഘണ്ടുവിലുണ്ട്. അതുകൊണ്ട് ഭഗവാൻ കുണ്ടലിയാണ്. മകരാകൃതിയുള്ള കുണ്ടലങ്ങൾ ധരിച്ചവൻ അർത്ഥം. സർപ്പരൂപത്തിലുള്ളവൻ എന്നാണ് KVM വളരെ ലളിതമായിട്ട് പറയുന്നത്. സർപ്പരൂപം എന്തുകൊണ്ടാണ് ഭഗവാൻ സർപ്പരൂപം? ഭഗവാൻ ആദിശേഷൻ്റെ രൂപം സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഭാവസുധാകാരം പറയുന്നത് ആദിശേഷ രൂപെന്നും മകരകുണ്ടലങ്ങൾ ധരിച്ചവെന്നും സൂര്യമണ്ഡല രൂപത്തോടു കൂടിയവൻ എന്നൊക്കെയാണ്. തിളക്കം പ്രകാശമൊക്കെ ഉണ്ടല്ലോ ഭഗവാന്. അതുകൊണ്ടൊക്കെ ഭഗവാൻ കുണ്ടലിയാണ്. 908 നാമം ചക്രി എന്നാണ്. ചക്രി എന്നുള്ളത് കേൾക്കുമെന്നല്ല, ചക്രം ധരിച്ചവൻ. വിഖ്യാതമായ സുദർശന ചക്രം എപ്പോഴും ഭഗവാന്റെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് ഭഗവാൻ ചക്രിയാണ്. വളരെ ലളിതമായ പദമാണ്. സമസ്തലോകരക്ഷാർത്ഥം മനസ്തത്വാത്മകം സുദർശനാഖ്യം ചക്രം ധത്ത ഇതി ചക്രി എന്നാണ് ശാങ്കര ഭാഷ്യം. അതായത് ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അസുരന്മാരും രാഷ്ട്രന്മാരൊക്കെ ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മനസ്തത്വാത്മകം സുദർശനാഖ്യം ചക്രം, മനസ്തത്വത്തെ കാണിക്കുന്നതാണ് സുദർശനം. അങ്ങനെ സുദർശന പേരോടുകൂടിയതായ ചക്രം ധരിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ ചക്രിയാണ്. ചലസ്വരൂപമത്യന്തഞ്ചവേനാന്തരിതാനിലം ചക്രം സ്വരൂപഞ്ച മനോധത്തെ വിഷ്ണുക്കരെ സ്ഥിതം എന്ന് വിഷ്ണു പുരാണത്തിലുണ്ട്. അവിടെ പറഞ്ഞ ചലസ്വരൂപം അത്യന്തം ജവേന, വളരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതായി ചക്രം ധരിക്കുന്നു ഭഗവാൻ. ചക്രസ്വരൂപഞ്ച മനോ, മനസ്സിൻ്റെ സ്വരൂപമാണ്. അങ്ങനെയുള്ള മനോരൂപിയായിരിക്കുന്ന ചക്രത്തെ ധരിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ ചക്രിയാണ് എന്ന് പറഞ്ഞാൽ സകലലോക ലക്ഷണത്തിനായി മനസ്തത്വരൂപമായ സുദർശന ചക്രം ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചക്രിയാണ്. വേറെ തരത്തിലും പറയാം. മഹത്തായ ചക്രത്തോടു കൂടിയവനാണ്. സുദർശനം എന്ന ചക്രത്തോടു കൂടിയവനാണ്. അത് കയ്യിലുള്ളവനാണ് അർത്ഥം. മനസ്തത്വാത്മകമാണ് സുദർശനമെന്ന് പ്രമാണവചനമുണ്ട്. അതുകൊണ്ട് മനസ്സിൻ്റെ തത്വത്തെ, മനസ്സ്, ബുദ്ധി, അഹങ്കാരമൊക്കെ ഉള്ള ഈ അന്ധക്കരണ തത്വങ്ങൾ, അതിൽ മനസ്സിനെ കാണിക്കുന്നതാണ് ഈ ചക്രം. അതുകൊണ്ട് അങ്ങനെയുള്ള ചക്രത്തോടു കൂടിയവനായതുകൊണ്ട് ഭഗവാൻ ചക്രിയാണ്. 908. 909 വിക്രമീന്നാണ്. അത് കേൾവിക്ക് തന്നെ മനസ്സിലാവും. വിക്രമത്തോടു കൂടിയവൻ വിക്രമി എന്നർത്ഥം. ഭഗവാന്റെ വിക്രമങ്ങൾ സുപ്രസിദ്ധങ്ങളാണ്. അനേക അസുരന്മാരെയും രാക്ഷസന്മാരെയും ദാനവന്മാരെയൊക്കെ എത്രയോ യുദ്ധങ്ങളിൽ ജയിച്ചിട്ടുള്ള ആളാണ്. ആർക്കും ഭഗവാനെ ജയിക്കാൻ കഴിയില്ല. ഭഗവാൻ അജിതനാണ് എന്നൊക്കെ മുമ്പ് പലരെങ്കിലും പറഞ്ഞിട്ടുള്ളതാണ്. പറയാണ് വിക്രമ പാദവിക്ഷേപ ശൗര്യം വാ ദ്വയഞ്ച അശേഷരൂപേഭ്യോ വിലക്ഷണമസ്യേതി വിക്രമി എന്നാണ്. പിന്നെ വിശേഷമായ ക്രമത്തെ കാൽവെപ്പ് എന്നർത്ഥമുണ്ട്. വാമനാവതാരത്തിൽ വളരെ അത്ഭുതകരമായ രീതിയിൽ 3 കാൽവെപ്പ് കൊണ്ടല്ല ലോകം മുഴുവൻ അളന്നല്ലോ. അതുകൊണ്ട് വിക്രമിയാന്ന് പറയാമെന്ന് അർത്ഥം. അതാണ് വിക്രമ പാദവിക്ഷേപ എന്ന് ശങ്കരാചാര്യ പറയുന്നത്. പാദവിക്ഷേപമാണ്, കാൽവെപ്പാണ്. ശേഷമായിരിക്കുന്ന കാൽവെപ്പോട് കൂടിയവൻ എന്നർത്ഥവും പറയാം. ശൗര്യം വാ. അതുകൊണ്ട് ഈ അർത്ഥത്തിലൊക്കെ ഭഗവാൻ ആരാണ്? വിക്രമിയാണ്. വിക്രമം എന്ന് വെച്ചാൽ പാദവിക്ഷേപം. അത് ശൗര്യത്തെ കാണിക്കുന്നതാണ്. മറ്റേത് പുരുഷന്മാരെക്കാളും ശൗര്യവും വീര്യമൊക്കെ ഉള്ള ആളാണ് ഭഗവാൻ. അതുകൊണ്ട് വിക്രമി എന്നർത്ഥം. പക്ഷി, ആ അർത്ഥത്തിൽ നോക്കിയാൽ പക്ഷിവാഹനാണെന്ന് കൂടി കാണാം. എന്ന് പറഞ്ഞാൽ പക്ഷി എന്നർത്ഥമുണ്ട്. അപ്പോൾ ഗരുഡവാഹനാണ് ഭഗവാൻ. അതുകൊണ്ട് വിക്രമി, പക്ഷിവാഹനായിരിക്കുന്ന ഭഗവാൻ എന്ന അർത്ഥവും പറയാമെന്ന് വാസുദേവൻ മോസുദേവൻ്റെ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. പൊതുവെ പറഞ്ഞാൽ അതിവിക്രമശാലി എന്നുള്ള അർത്ഥമാണ് സ്വാമിന് എല്ലാവരും സ്വീകരിച്ചുള്ളത്. വിക്രമി, വിക്രമത്തോടു കൂടിയവൻ. അത് കേൾവിക്കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഭഗവാന്റെ 909. 910 നാമം ഊർജിത ശാസന. ഊർജിത ശാസന വെച്ചാൽ സ്മൃതി ലക്ഷണം ഊർജിതം ശാസനമസ്യേതി ഊർജിത ശാസന. ഭഗവാൻ ഊർജിതമായ വളരെ പ്രബലമായിരിക്കുന്ന ശാസനയോടുകൂടിയവനാണ്. എന്താ ഭഗവാന്റെ ശാസന? വേദങ്ങൾ. അതൊക്കെ ഭഗവാന്റെ മുഖത്തു നിന്നുണ്ടായതാണ്. ഭഗവാന്റെ ശാസനകളാണ് വേദം. അപ്പോൾ ശ്രുതിസ്മൃതി ലക്ഷണം ഊർജിതം, ശ്രുതിയായിട്ടും സ്മൃതിയായിട്ടും ഊർജ്ജസ്വലമായിരിക്കുന്ന ശാസനത്തോടു കൂടിയവനാണ്. അതുകൊണ്ട് ഭഗവാൻ ഊർജിത ശാസന. ശ്രുതിസ്മൃതി മമൈവ ആജ്ഞേ യസ്തേ ഉല്ലംഘ്യമർത്തതേ ആജ്ഞാച്ഛേദി മമദ്ദേശി മദ്ഭക്തോപീന വൈഷ്ണവ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുമുണ്ട്. അതായത് എൻ്റെ ഈ ആജ്ഞകൾ, അതായത് വേദത്തിലൂടെ ഭഗവാൻ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ ആരാണോ ലംഘിക്കുന്നത്
അവരെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആജ്ഞയെ ഛേദിക്കുന്ന എൻ്റെ ദേഷികളായിരിക്കുന്ന ആളുകളെ ഞാൻ ഭക്തോപി, എൻ്റെ ഭക്തിയോടുകൂടിയവനാണെങ്കിൽ കൂടി ഞാൻ ആൾക്ക് ശിക്ഷ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എസ്തേമ ഉല്ലംഘ്യ വർത്തത, ഉല്ലംഘിക്കുന്നവന് ശക്തിമത്തായിരിക്കുന്ന ശാസനയോടുകൂടിയവനാണ്. ശ്രുതിസ്മൃതി വചനങ്ങളാണ് ഭഗവാന്റെ ശാസനങ്ങൾ. ആ ശാസനങ്ങളെ അതിക്രമിക്കുകയോ അതിലംഘിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു കാലത്ത് സുഖം ഉണ്ടാവില്ല, പരഗതി ഉണ്ടാവില്ല എന്നും ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. ശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതേ കാമകാരതാം ന സിദ്ധിം അവാപ്നോതി ന സുഖം ന പരാഗതി. പരാഗതി ഇല്ലാതായിപ്പോവും, സിദ്ധി പ്രാപിക്കാതാവും. ആര്? എൻ്റെ വാക്കുകളാകുന്ന വേദശാസ്ത്രമാകുന്ന വാക്കുകളെ ലംഘിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഗതി ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ ശാസനകൾ ഊർജിതങ്ങളായ ശാസനകളാണ്. അതുകൊണ്ട് ഭഗവാൻ ഊർജിത ശാസനാണ് അർത്ഥം. ഊർജിത ശാസന എന്നുള്ളതിന് മലയാള രീതിയിൽ പറഞ്ഞാൽ ഊർജിതമായ ശാസനകളോട് കൂടിയവൻ, ഊർജിത ശാസനാണ്. ഇതാണ് 910 നാമങ്ങൾ. ഇതോടുകൂടി 97-ാമത്തെ ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം സമാപിച്ചു. നമസ്കാരം.